വർഗീയത അത് എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമോ, ഏത് തരത്തിലൊക്കെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുമോ ആ തരത്തിലൊക്കെ ഉപയോഗിച്ച് ആ വർഗീയത സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് ഇന്ത്യയിലുള്ളൂ. ആ പാർട്ടിയെക്കുറിച്ച് പ്രത്യേകമായി നിങ്ങൾ പ്രേക്ഷകരോട് ഞങ്ങൾ പറഞ്ഞിരേണ്ട കാര്യമില്ല. പ്രബുദ്ധരായ രാഷ്ട്രീയ പാർട്ടിയുടെ പേരറിയാം. അതെ, സംഘികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നപ്പോൾ പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സുപ്രധാനമായ കാര്യങ്ങൾ വിവരിക്കാൻ രാജ്യവും സൈന്യവും ഒരുപോലെ തിരഞ്ഞെടുത്തത് ഒരു മുസ്ലിം വനിതയായിരുന്നു, കേണൽ സോഫിയ ഖുറേഷി. എന്നാൽ ആ ധീര സൈനിക ഉദ്യോഗസ്ഥക്കെതിരെയും തന്റെ വിഷം വമിക്കുന്ന നാവ് കൊണ്ട് വർഗീയത തൊപ്പിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ BJP മന്ത്രി. എന്തിനും ഏതിനും വർഗീയത കണ്ടെത്തുക അത് BJP-ക്കാരുടെ പൊതു സ്വഭാവമാണല്ലോ. എന്നിട്ട് എല്ലാ കഥകൾ തുടരെ പറഞ്ഞ് അത് സത്യമാക്കി മാറ്റി രാഷ്ട്രീയപരമായി ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം, അതാണ് ഓരോ BJP-ക്കാരന്റെ ലക്ഷ്യം എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിയെ പഹൽഗാമിലെ തീവ്രവാദികളുടെ സഹോദരി എന്നാണ് മധ്യപ്രദേശിലെ പ്രമുഖ BJP നേതാവും മന്ത്രിയുമായ കുൻവർ വിജയ് ഷാ വിശേഷിപ്പിച്ചത്. ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. ഇതിന്റെ വീഡിയോ കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചു മാറ്റി അനാദരവ് കാണിച്ചു. അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരി അയച്ചു. എന്നാൽ മന്ത്രിയുടെ ഈ വർഗീയ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ മകളായ കേണൽ സോഫിയ ഖുറേഷി നമ്മുടെ അഭിമാനമാണ്. അവരെയാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് മുദ്രകുത്തിയത്. ഇത് നമ്മുടെ ധീരരായ സായുധ സേനയെ അപമാനിക്കലാണ്. വിവാദ വീഡിയോ പങ്കുവെച്ച് ബീഹാർ കോൺഗ്രസ് അവരുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത അനുയായി എന്ന് വിശേഷിക്കപ്പെടുന്നയാളാണ് വിജയ്. BJP മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമോ? പ്രധാനമന്ത്രി മോദിയും BJP നേതാക്കളും നീചമായ മാനസികാവസ്ഥയ്ക്ക് മാപ്പ് പറയുമോ? അല്ലെങ്കിൽ എന്നത്തെയും പോലെ ഈ പരിതാപകരമായ മാനസികാവസ്ഥയ്ക്ക് വിജയ് ഷായ്ക്ക് പ്രതിഫലം നൽകുമോ? അദ്ദേഹത്തെ പിന്തുണച്ച് റാലികൾ നടത്തുമോ എന്നും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വളരെ പാടുപെട്ടാണ് മന്ത്രിയെ പോലീസ് അടികിട്ടാതെ രക്ഷിച്ചെടുത്തത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ മധ്യപ്രദേശിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ മുഖമായാണ് കരസേനയിലെ കേണൽ സോഫിയെ വിശേഷിപ്പിക്കുന്നത്. BJP നേതാവിന്റെ വിവാദ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകലിൽ പ്രധാനമന്ത്രിയെ മാനവോളം പുകഴ്ത്തുന്നതിനെയാണ് മന്ത്രിയുടെ അധിക്ഷേപ പരാമർശം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച 2 വനിതാ ഉദ്യോഗസ്ഥരാണ് സോഫിയയും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും.